ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല. പച്ച മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ 4 ചീത്തവളി അങ്ങോട്ട് കേൾക്കുക. അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ദോശ ഒറ്റ ചേമ്പിയൻ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പെരയിലെങ്ങനെ പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാണ്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു. ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കൂ. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോ. എന്നാ വേണ്ട. കെട്ടിയോലെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിലിരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണിയമ്മേ? ചോച്ച കൊലയാ. മിണ്ടായിരിക്കട്ടെ അവിടെ. ഇപ്പോഴേ എത്തിയത് ഇപ്പൊ തന്നെ. എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്നാണ് ശരി. വെടി വലുതാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവടിക്കാരനായിട്ടും തെക്കുമ്പുറത്തോട്ടല്ലേ കതിനയുടെ ചായ്വ്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കുംപുറത്തുകാരുടെയോ തെക്കുംപുറത്തുകാരുടെയോ ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. 2 കൊല്ലം നാട്ടുകാർ കാണുന്നു. ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കംപുറക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കയറണ്ട. ഇന്ത്യയൊക്കെ വഴക്കം ഉത്സവപ്പറമ്പില് എന്താണ് ഇത്? അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറിക്കൊടുക്കും കല്യാണമ്മേ. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തതിന് നിങ്ങക്ക് നാട്ടുകാർക്ക് എന്താ?